സെറ്റിലെ അടുത്ത ഓപ്പറേഷൻ കോംപ്ലിമെൻ്റ് ആണ്. ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്താണെന്നുള്ളതാണ് അടുത്ത നമ്മൾ പഠിക്കാനുള്ള ഓപ്പറേഷൻ. നമ്മൾ പഠിച്ച ഓപ്പറേഷൻസ് ഒന്ന് റിവൈൻഡ് ചെയ്തോളണം. ആദ്യം പഠിച്ചൊരു ഓപ്പറേഷൻ യൂണിയൻ, എ എന്നും ബി എന്നും പറയുന്ന രണ്ട് സെറ്റ് കമ്പൈൻ ചെയ്ത് എഴുതുന്നതാണ് എ യൂണിയൻ ബി. പിന്നെ നമ്മൾ പഠിച്ചത് ഇൻ്റർസെക്ഷൻ, രണ്ടിൽ കോമൺ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ പഠിച്ചത് ഡിഫറൻസ്. ഇനിയിപ്പോൾ അടുത്ത ഓപ്പറേഷനാണ് കോംപ്ലിമെൻറ്റ്. ഇതുവരെ പഠിച്ച ഓപ്പറേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു ഓപ്പറേഷനിൽ യൂണിവേഴ്സൽ സെറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇനി പറയാൻ പോണത് യൂണിവേഴ്സൽ സെറ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഓപ്പറേഷനാണ്. അപ്പോൾ എന്താണ് കോംപ്ലിമെൻ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഏതൊരു സെറ്റിൻ്റെയും കോംപ്ലിമെൻ്റ് എടുക്കണം, എ എന്ന് പറയുന്ന സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് നമുക്ക് കാണേണ്ടതെങ്കിൽ അവിടെ യൂണിവേഴ്സൽ സെറ്റിന് പ്രാധാന്യമുണ്ട്. യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ യു കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. ഒരു എക്സാമ്പിളായിട്ട് ഒരു യൂണിവേഴ്സൽ സെറ്റ് ഞാൻ എഴുതിയാണ്. യു ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6. ഇനി ഞാൻ എ എന്ന് പറയുന്നൊരു സെറ്റ് എഴുതുന്നു. 2 4 6 രണ്ട് സെറ്റും കണ്ടല്ലോ. യൂണിവേഴ്സൽ സെറ്റ് 1 2 3 4 5 6. എ എന്ന് പറയുന്ന സെറ്റ് എന്താണ്? സെറ്റ് 2 4 6. എ കോംപ്ലിമെൻറ്റിനെ സൂചിപ്പിക്കുന്നത് എ ഇട്ടിട്ട് മുകളിലൊരു ഡാഷ് ഇട്ട് സൂചിപ്പിക്കും, അല്ലെങ്കിൽ എ ഇട്ടിട്ട് മുകളിലൊരു സി ഇട്ട് സൂചിപ്പിക്കും, അതും അല്ലെങ്കിൽ മുകളിൽ ഒരു ബാർ ഇട്ട് സൂചിപ്പിക്കും. എ കോംപ്ലിമെൻറ്റ് ഈ പറഞ്ഞ 3 രീതിയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വീകരിക്കാം. അപ്പം ഇവിടെ ഇപ്പോൾ എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കൂ. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് സെറ്റ് എ ഒഴികെയുള്ള എലമെൻറ്റ്സ്, യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് സെറ്റ് എ ഒഴികെയുള്ള എലമെൻറ്റ്സ് എടുത്താലാണ് നമുക്ക് എ കോംപ്ലിമെൻറ്റ് കിട്ടുന്നത്. അതായത് യു ഡിഫറൻസ് എ എന്ന് കരുതിയാലും മതി. യു ഡിഫറൻസ് എ എന്ന് യൂണിവേഴ്സൽ സെറ്റിലുള്ളതും എന്നാൽ സെറ്റ് എയിൽ ഇല്ലാത്തതും, അതിനെയാണ് നമ്മൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. എ ഇട്ടിട്ട് മുകളിൽ ഞാൻ ചെറിയ സി ഇട്ട് എഴുതിയപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്ന് യു ഡിഫറൻസ് എ ആണ്. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് സെറ്റ് എ കളഞ്ഞിട്ടുള്ളതാണ് എഴുതേണ്ടത്. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് സെറ്റ് എ കളഞ്ഞാൽ ബാക്കി എന്തോരൂടെ 1 3 5 അല്ലേ. 1 3 5. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് സെറ്റ് എ കളഞ്ഞിട്ട് എഴുതുന്ന സെറ്റിനെയാണ് നമ്മൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? എ കോംപ്ലിമെൻ്റ് എല്ലാവർക്കും മനസ്സിലായ? ഏതൊരു ഓപ്പറേഷൻ പഠിച്ചപ്പോഴും നമുക്കില്ലാത്തൊരു കാര്യം ഇവിടെ വേണ്ടി വന്നു. നമുക്ക് ഇവിടെ വേണ്ടി വന്നത് എന്താണ്? യൂണിവേഴ്സൽ സെറ്റ് മസ്റ്റാണ്. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് സെറ്റ് എ കളഞ്ഞിട്ട് ബാക്കി എഴുതുന്ന എലമെൻറ്റ്സ് ആണ് അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. കോംപ്ലിമെൻറ്റിന് എ എന്ന് എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ സിയോ അല്ലെങ്കിൽ ഡാഷോ ഇട്ട് സൂചിപ്പിക്കും. ഇപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും എന്നാൽ സെറ്റ് എയിൽ ഇല്ലാത്തതും. ഇതിനെ ഒരു സെറ്റ് ബിൽഡർ ഫോമിലാണ് എഴുതുന്നതെങ്കിൽ എന്തോരും? സെറ്റ് ബിൽഡർ ഫോമിലാണെങ്കിൽ എ കോംപ്ലിമെൻ്റ് എഴുതുകയാണെങ്കിൽ എന്തോരും? എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻ്റ് ഓഫ് എക്സ് എവിടെ കാണും? ഉറപ്പായിട്ട് യുവിൽ കാണും, യൂണിവേഴ്സൽ സെറ്റിൽ കാണും. എന്നാൽ എവിടെ കാണത്തില്ല? അതിൻ്റെ എക്സ് നോട്ട് എലമെൻ്റ് ഓഫ് എ. എക്സ് യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതാണ്. ഇതിൽ 1 3 5 എന്ന് പറഞ്ഞാൽ അത് യൂണിവേഴ്സൽ സെറ്റിൽ കാണും, എന്നാൽ എവിടെ കാണത്തില്ല? സെറ്റ് എയിൽ കാണത്തില്ല. അപ്പം എ കോംപ്ലിമെൻറ്റിൻ്റെ സെറ്റ് ബിൽഡർ ഫോം മനസ്സിലായാലും എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻ്റ് ഓഫ് യു, എക്സ് യുവിൽ കാണും പക്ഷേ എയിൽ കാണത്തില്ല. ഓക്കെ, ഇനി നമ്മളിപ്പം യൂണിവേഴ്സൽ സെറ്റായിട്ട് ഇന്ത്യ എടുക്കുകയാണ്. അതിൻ്റെ സബ്സെറ്റായിട്ട് ഞാൻ കേരള എടുക്കുകയാണ്. യൂണിവേഴ്സൽ സെറ്റ് കേരള. ഇപ്പം ഈ കേരളത്തിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇന്ത്യയിൽ നിന്ന് കേരള ഒഴിച്ചുള്ള സ്ഥലം, അതാണ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ. കേരള കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ആരെ കളയണം? കേരളത്തെ ഒഴിച്ചുകൊണ്ടുള്ളതാണ്. സെറ്റ് എഴുതണം. ഇപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം പിടികിട്ടിയല്ലോ. ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ നിർബന്ധമായിട്ട് വേണ്ടത് ഏതാണ്? യൂണിവേഴ്സൽ സെറ്റാണ്. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ എന്ന് പറയുന്ന സെറ്റ് കളഞ്ഞിട്ട് ബാക്കി വരുന്ന എലമെൻറ്റ്സിനെ എടുത്ത് എഴുതണം. അതിനെയാണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന ഐഡിയ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതി നോക്കിക്കോട്ടെ. യു ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6. ഇനി എ ഇസ് ഈക്വൽ ടു സെറ്റ് 2 3. ബി ഇസ് ഈക്വൽ ടു സെറ്റ് 3 4 5. അപ്പം
യൂണിവേഴ്സൽ സെറ്റ് എഴുതി, സെറ്റ് എ എഴുതി, സെറ്റ് ബി എഴുതി. നിങ്ങളുടെ അടുത്ത് എ കോംപ്ലിമെന്റ് ചോദിച്ചാൽ നിങ്ങൾ എന്തിടണം? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് സെറ്റ് എ കളഞ്ഞിട്ട് എഴുതണം. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് 2, 3 കളഞ്ഞ ബാക്കി എന്തൊരു 1, 4, 5, 6. ഇതല്ലേ എ കോംപ്ലിമെന്റ്. ഇനി ബി കോംപ്ലിമെന്റോ? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ബി കളഞ്ഞിട്ടുള്ളത് ഏതൊക്കെ? ഒരു 3, 4, 5 കളഞ്ഞ 1, 2, 6. എളുപ്പമല്ലേ ഇവിടെ? ഇപ്പോൾ എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് കണ്ടുപിടിച്ചത് വളരെ എളുപ്പമല്ലേ? മനസ്സിലായി കാണുമല്ലോ. ഓക്കെ ആണല്ലോ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേടെ. ഞാനൊരു യൂണിവേഴ്സൽ സെറ്റ് എഴുതിയിട്ടുണ്ട്. യു ഇസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5, 6. പിന്നെ എ ഇസ് ഈക്വൽ ടു സെറ്റ് 2, 3, 5. അപ്പോൾ ഞാൻ 2 സെറ്റ് എഴുതിയിരിക്കുന്നുണ്ടല്ലോ. യൂണിവേഴ്സൽ സെറ്റ്, സെറ്റ് എ എഴുതിയിട്ടുണ്ട്. എ കോംപ്ലിമെന്റ് എനിക്കൊന്ന് സഹായിച്ചേടെ. എ കോംപ്ലിമെന്റ് എനിക്കൊന്ന് പറഞ്ഞേടെ. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ആരെ കളയണം? 2, 3, 5 കളയണം. ബാക്കി എന്തൊരു 1, 4, 6. ഇപ്പോൾ എ കോംപ്ലിമെന്റ് എല്ലാവർക്കും വളരെ എളുപ്പം എഴുതാൻ പറ്റുന്നൊരു കാര്യമില്ലേ? എൻ്റെ ഒരു സംശയം ഞാൻ ചോദിക്കുന്നു. ഈ കണ്ടുപിടിച്ചിരിക്കുന്ന എ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ് ഞാൻ കണ്ടുപിടിക്കുന്നു. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് സെറ്റ് എ കളഞ്ഞിട്ട് എഴുതിയതാണ് എ കോംപ്ലിമെന്റ്. ഇനി ഞാൻ എ കോംപ്ലിമെന്റ് കണ്ടുപിടിച്ച് വെച്ചേക്കണം അതിന്റെ കോംപ്ലിമെന്റ്. അപ്പൊ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഞാൻ ഇനി ആരെയാണ് കളയേണ്ടത്? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഞാൻ ആരെ കളയണം? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ കോംപ്ലിമെന്റ് ഉള്ള എലമെന്റ്സ് കളയണം അല്ലേ? എ കോംപ്ലിമെന്റ് ഉള്ള എലമെന്റ്സ് ആരാണ്? 1, 4, 6 ആണ്. ഇതിൽ നിന്ന് 1, 4, 6 കളഞ്ഞാൽ ബാക്കി എന്ത് കിട്ടോടെ? ബാക്കി 2, 3, 5 എന്ന് തന്നെ കിട്ടത്തില്ലേ തന്നെ? ഈ 2, 3, 5 എന്ന് പറഞ്ഞ് നോക്കണ്ടേ, ശ്രദ്ധിച്ച് നോക്കിയാൽ 2, 3, 5 എന്ന് പറയുന്നത് സെറ്റ് എ തന്നെ കിട്ടുകയല്ലേ ചെയ്തത് തന്നെ. അപ്പോൾ ഒരു പുതിയൊരു കാര്യം കൂടെ നമ്മൾ പഠിക്കുകയല്ലേ ഇതിപ്പം. എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ആര് തന്നെയായിരിക്കും എപ്പോഴും? എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും എ തന്നെയായിരിക്കും. ആ കാര്യം നല്ലോണം മനസ്സിലാക്കുക. ക്ലിയർ ആയല്ലോ? ഞാൻ നേരത്തെ പറഞ്ഞു ഇത് പഠിപ്പിച്ച സമയത്ത് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇനി പ്രോപ്പർട്ടീസും അതുമായിട്ട് അപ്പോൾ ഇനി ഈ 4 ഓപ്പറേഷനും പഠിച്ചിട്ട് ഇതിലെ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് ഒരു റിവിഷൻ ക്ലാസ് കണക്ക് നിങ്ങൾക്ക് ഉപയോഗപ്പെടും അത്. ഓക്കെ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഈ പഠിച്ച എ കോംപ്ലിമെന്റിന്റെ വെൻ ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. വെൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ ഏത് സെറ്റാണ് വരയ്ക്കുന്നത്? വെൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആദ്യം വരയ്ക്കുന്നത് നമ്മൾ യൂണിവേഴ്സൽ സെറ്റാണ് വരയ്ക്കുന്നത് അല്ലേ? യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ റെക്റ്റാങ്കിൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. യു യൂണിവേഴ്സൽ സെറ്റും കാണും, ഒരു സബ്സെറ്റായി എയും ഉണ്ട്. അപ്പൊ ഇതിന്റെ കോംപ്ലിമെന്റ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് നമ്മൾ ആരെ കളയണം? സെറ്റ് എ കളഞ്ഞിട്ട് ബാക്കിയുള്ള എലമെന്റ്സ് ആണ് എടുക്കേണ്ടത്. അപ്പൊ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് സെറ്റ് എ കളഞ്ഞ ബാക്കി ഇത്രയും ഭാഗമല്ല ഷെയ്ഡ് ചെയ്യേണ്ട, ഈ എ ഒഴിച്ചുള്ള ബാക്കി ഭാഗമാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആയ? അപ്പൊ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് സെറ്റ് എ കളഞ്ഞിട്ട് ബാക്കി ഇടുന്ന ആ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗമാണ് എ കോംപ്ലിമെന്റ്. അപ്പൊ എ കോംപ്ലിമെന്റിനെ സൂചിപ്പിക്കുന്ന വെൻ ഡയഗ്രാം മനസ്സിലായല്ലോ. നമ്മൾ യൂണിയന്റെ വെൻ ഡയഗ്രാം പഠിച്ചത് മറന്നു പോകരുത്. ഇന്റർസെക്ഷന്റെ വെൻ ഡയഗ്രാം പഠിച്ചു, പിന്നെ ഇപ്പം കോംപ്ലിമെന്റ് വെൻ ഡയഗ്രാം പഠിച്ചു. ഓക്കെ. ഈ പഠിച്ച എല്ലാത്തിൻ്റെ വെൻ ഡയഗ്രാം ഞാൻ ഒന്നുകൂടെ ഓർമ്മ പുതുക്കി തരാം. ഇപ്പം എ കോംപ്ലിമെന്റ് വെൻ ഡയഗ്രാം ക്ലിയർ ആയല്ലോ. ഓക്കെ. ഈ വെൻ ഡയഗ്രാം വളരെ പ്രധാനപ്പെട്ടൊരു പോർഷൻ ആയതുകൊണ്ട് ഞാൻ കുറച്ച് വെൻ ഡയഗ്രാം വീണ്ടും ഒന്ന് വരച്ച് കാണിക്കുകയാണ്. ഇതിൽ ആദ്യത്തെ വെൻ ഡയഗ്രാം ഞാൻ എയും ബിയും മൊത്തത്തിൽ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എയും ബിയും ഉൾപ്പെടത്തക്ക രീതിയിലാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഏതിനെ സൂചിപ്പിക്കുന്ന വെൻ ഡയഗ്രാം ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അങ്ങനെ എയും ബിയും കൂടെ മൊത്തത്തിൽ ഷെയ്ഡ് ചെയ്താൽ അത് ആരെ സൂചിപ്പിക്കുന്നുണ്ട്? അത് എ യൂണിയൻ ബിയുടെ വെൻ ഡയഗ്രാം ആണ് അല്ലേ? ശരിയല്ലേ? രണ്ടാമത്തെ ഫിഗർ നോക്കിയാണ്, എക്കും ബിക്കും കോമൺ ആയിട്ടുള്ളൊരു ഭാഗം മാത്രമേ ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അത് എ ഇന്റർസെക്ഷൻ ബിയുടെ. അടുത്ത നോക്കിയാണ്, നേരത്തെ പറഞ്ഞ കാര്യം മറക്കരുത്, എയും ഷെയ്ഡ് ചെയ്തിട്ടില്ല ബിയും ഷെയ്ഡ് ചെയ്തിട്ടില്ല. അത് എക്കും ബിക്കും കോമൺ എലമെന്റ് ഇല്ല. അങ്ങനെ എക്കും ബിക്കും കോമൺ എലമെന്റ് ഇല്ലെങ്കിൽ എയും ബിയെ നമ്മളൊരു പേര് വിളിക്കും. എന്ത് പേരാണ്ട്? അത് ഡിസ്ജോയിന്റ് സെറ്റ് അല്ലേ?
അപ്പോൾ ഇത് ഡിസ്ജോയിന്റ് സെറ്റ് ആണ്. അപ്പോൾ ഇവിടെ എ ഇന്റർസെക്ഷൻ ബി ആണ് ഇവിടെ സൂചിപ്പിച്ചേക്കുന്നത്. പക്ഷേ എ ഇന്റർസെക്ഷൻ ബി എന്താണ്? നൾ സെറ്റ് ആണ്. അതായത് എക്കും ബിക്കും കോമൺ എലമെന്റ് ഇല്ല. ഇത് ഡിസ്ജോയിന്റ് സെറ്റ് വരുമ്പോഴാണ് എന്താണ് ഡിസ്ജോയിന്റ് അല്ലേ? ഡിസ്ജോയിന്റ് സെറ്റിനെ സൂചിപ്പിക്കാനാണ് ഈ വെൻ ഡയഗ്രം. ഓക്കെ, അടുത്ത് നോക്കിയാണ്ടേ എക്കും ബിക്കും കോമൺ എലമെന്റ് ഉണ്ടെങ്കിലും അതിൽ എക്ക് മാത്രം അവകാശപ്പെട്ടതേ ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, എക്കുള്ളതും ബിക്ക് ഇല്ലാത്തതും അല്ലേ? അപ്പോൾ ഇതേതിൻ്റെ ഉണ്ട്? ഇതേതിൻ്റെ വെൻ ഡയഗ്രമാണ്? എ ഡിഫറൻസ് ബിയുടെയാണ്. അടുത്ത നോക്കിയാണ് ബിക്ക് മാത്രമേ ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ. ബിക്ക് കോമൺ, എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള ഷെയ്ഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഏതിൻ്റെയാണ്? ബി ഡിഫറൻസ് ചെയ്യാണ്. അടുത്ത ഏതാണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളായിരുന്നു, യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് സെറ്റ് എ കളഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഏതിനെയാണ് സൂചിപ്പിക്കുന്നതിന്? എ കോംപ്ലിമെന്റ് വെൻ ഡയഗ്രമാണ്. അപ്പോൾ ഈ വെൻ ഡയഗ്രങ്ങൾ തന്നു കഴിഞ്ഞാൽ അത് ഏതിൻ്റെ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് ആദ്യം പഠിക്കുക. അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കാമല്ലോ.